പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ ഹൈക്കോടതി ഇടപെടൽ. ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണം. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. രോഹിണി, പാലക്കാട് ജില്ലയിൽ വ്യാപകമായിട്ട് ഇരട്ട വോട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിരിക്കുന്നത്. കണ്ണൂർ, മലപ്പുറം, വയനാട്, പാലക്കാട് ഉൾപ്പെടെ 8ഓളം ജില്ലകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് നേരത്തെ ആറ്റിങ്ങലിലെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള നടപടികൾ കർശനമായിട്ട് പാലക്കാട് മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലുമാകെ സ്വീകരിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇരട്ട വോട്ട് സംബന്ധിച്ച ചില നടപടികൾ സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയിരുന്നു. അതായത് ഇരട്ട വോട്ട് ഉള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഈ പട്ടികയിലുള്ളവർ ബൂത്തിൽ എത്തുന്ന നേരം, വോട്ട് ചെയ്യാൻ ബൂത്തിൽ എത്തുന്ന നേരം ഇവരുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും. മാത്രമല്ല, ഇത്തരത്തിൽ ഇരട്ട വോട്ട് പട്ടികയിൽ ഉൾപ്പെട്ടവർ എത്തുന്ന സമയത്ത് അവരുടെ പേര് സൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ പക്കൽ നിന്ന് ഒരു സമ്മതപത്രം എഴുതി വാങ്ങും തുടങ്ങിയ നടപടികൾ കർശനമായിട്ട് പാലിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ജില്ലയിൽ ആകെ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നബാധിതമായിട്ടുള്ള ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കും. ഇതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കർശനമായിട്ട് തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പാലിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഹർജി C കൃഷ്ണകുമാറാണ് നൽകിയത്. ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ളതായിരുന്നു ആവശ്യം.